കുത്തി കീഴടാവനെ. ഇനി ഇവിടുന്ന് അവൻ ജീവനോടെ പോണ്ട. ഇന്ന് നിന്റെ അന്ത്യോടാ. നിന്നെ കാണിച്ചോളാം. എണീച്ച് പോടാ. എന്താടോ നായരെ, തനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? കൈമളാടോ, കുമാര കൈമൾ. കൈമള ഇയാളുകള എടോ, താൻ ആളാകെ അങ്ങ് മാറിപ്പോയല്ലോ. ബാംഗ്ലൂരല്ലേടോ. പിന്നെ മരുമകന്റെയും മകളുടെയും കൂടെയുള്ള താമസവും സുന്ദരമായുള്ള ഒരു ജീവിതവും. പിന്നെ എങ്ങനെ ഇങ്ങനെയൊക്കെ ആവാതിരിക്കും? താൻ വേണമെങ്കിൽ എന്റെ കൂടെ പോന്നോ, തന്നെ ഇതിലും മിടുക്കനാക്കി തരാം. ഭാമേ, ഇയാളെ മനസ്സിലായ? നമ്മുടെ കല്യാണത്തിന്റെ മുഴുവൻ ചുമതലയും ഇവന്റെ തലയിലായിരുന്നു. നമ്മളെ വീടിനകത്തെ കൈപിടിച്ച് കയറ്റുന്നവരെ ഒപ്പണ്ടായിരുന്ന ഇവൻ തന്നെ. മനസ്സിലായി, കൈമളല്ലേ? അതെ, കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എടോ പിള്ളേ, കാക്ക വരുന്ന വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലടോ പ്രതീക്ഷിക്കാത്തൊരു അതിഥി വരുന്നുണ്ടെന്ന്. എടോ കൈമളെ, തന്നെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ലടോ. പിന്നെ എന്ത് തോന്നി പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ? 5 വർഷത്തെ വളരെ വലിയ ഗ്യാപ്പിന് ശേഷമാ എന്റെ ഇപ്പോഴത്തെ ഈ വരവ്. ഞാനിന്ന് വൈകിട്ട് തിരിക്കും. അപ്പൊ പിന്നെ തല്ലിപ്പൊളികളായിട്ടുള്ള പഴയ 1-2 സുഹൃത്തുക്കളെ കണ്ടേക്കാന്ന് വെച്ചു. ഓ, തമാശക്ക് ഇപ്പോഴും കുറവൊന്നുമില്ലല്ലോ. അല്ല അല്ല, ഇപ്പൊ നിനക്ക് ശരിക്കും പണി? വാസ്തുനോട്ടമുണ്ട്, പിന്നെ കുറച്ച് ആസ്ട്രോളജി എന്ന് വെച്ച് അതൊന്നും പ്രൊഫഷണലായി കൊണ്ടു നടക്കൊന്നും അല്ല കേട്ടോ. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടതൊക്കെ പറയും. ചിലതൊക്കെ ശരിയാവുന്നുണ്ടെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാ പറഞ്ഞെന്നെ ചീത്തയാക്കുന്നത്. അത് ശരി. എങ്കിൽ ഈ വീടും ഞങ്ങളെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും പറയാവോ? നിങ്ങളെപ്പോലെ ഇത്രയും സ്വരുമയും പരസ്പര വിശ്വാസവും സ്നേഹവും ഉള്ളവരെ കുറിച്ച് ഞാനിപ്പോ എന്തു പറയാനാ? എന്നാലും ചെറിയൊരു സ്ഥാനചലനം ഞാൻ ഈ വീട്ടിൽ കാണുന്നുണ്ടല്ലോ. വീട് വിട്ടു മാറി നിൽക്കുന്നതോ വീടിനെ തനിച്ചാക്കുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ശരിയാ, ചെറിയൊരു കഷ്ടകാലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീടും പറമ്പൊക്കെ ഒന്ന് കൈവിട്ടു പോയതാ. തിരിച്ചു പിടിച്ചെന്നേ, എന്നാലും ശരിക്കും നീ കഷ്ടപ്പെട്ടു. ചോദിച്ചില്ലല്ലോ. മക്കളൊക്കെ? വിഷ്ണു അവനെന്തിയേ? വിഷ്ണു അവൻ ഞങ്ങളിൽ നിന്ന്. അവനെന്താ കുഴപ്പം? അവൻ പണം പലിശ കൊടുപ്പം തിരിച്ചു വാങ്ങിക്കലായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്നേ. അവന്റെ ഭാര്യ എന്റെ മരുമോളെ ഇവിടുത്തെ ജില്ലാ കളക്ടറാണോ? ഓ, വിഷ്ണുവിന്റെ നാളേതാ?
ആ, രേവതി. മീനൻ രാശി, ബുധദശ, 17 കൊല്ലം. ബുധദശാഫലം കുറച്ച് അനിശ്ചിതകളാണല്ലോ കാണിക്കുന്നത്. വാക്കുദോഷവും മനോദുഃഖവും സ്ഥാനഭ്രംശവും ഉദ്യോഗഭംഗവും സ്വജനവിയോഗവും സത്കർമ്മങ്ങളിൽ വിഘ്നവും മനോവ്യാധിയും കളത്ര സന്താന സുഖക്കുറവുകളും കാണിക്കുന്നുണ്ടല്ലോ. ഭാര്യയും മക്കളുമായി വിഷ്ണു ഒരുമിച്ച് തന്നെയാണോ കഴിയുന്നത്? അത് പിന്നെ അവൻ പിന്നല്ലാതെ 2 കുട്ടികളുണ്ടോ? അവര് സന്തോഷത്തോടെ കഴിയുന്നേ.